സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദേശീയ പത്രദിനം എന്നാണ്? ദേശീയ പത്രദിനം, നാഷണൽ പ്രസ് ഡേ എന്നാണ്? നവംബർ 16 നവംബർ 16 ദേശീയ പത്രദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 16. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. സുകുമാർ സെൻ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സുകുമാർ സെൻ. ഹൈദരാബാദിൽ പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ സ്മരണയ്ക്കായിട്ട് പണിത സ്മാരകം ഏതാണ്? ഹൈദരാബാദിൽ പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ സ്മരണയ്ക്കായിട്ട് പണിത സ്മാരകം ചാർമിനാറാണ്. ചാർമിനാറാണ് ഹൈദരാബാദില് പ്ലേഗ് നിർമ്മാർജ്ജനത്തിന്റെ സ്മരണയ്ക്കായിട്ട് പണിത സ്മാരകം. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രവാചകൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രവാചകൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രവാചകൻ എന്ന് മുഹമ്മദ് അലി ജിന്നയെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു. അടുത്ത ചോദ്യം, ഒബ്ര എന്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? ഒബ്ര ഒബ്ര താപവൈദ്യുത നിലയമാണ്. ഒബ്ര താപവൈദ്യുത നിലയം. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കട്ടക്കാണ്. കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കട്ടക്ക്. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി രചിച്ചത് ആരാണ്? ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി രചിച്ചത് ആരാണ്? സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി രചിച്ചത്. സി ശങ്കരൻ നായർ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം. അനാകാർഡിയം ഓക്സിഡന്റൽ എന്നത് ഏത് കാർഷിക വിളയുടെ ശാസ്ത്രീയ നാമമാണ്? അനാകാർഡിയം ഓക്സിഡന്റൽ എന്നത് ഏത് കാർഷിക വിളയുടെ ശാസ്ത്രീയ നാമമാണ്? കശുമാവിൻ്റെതാണ്. അനാകാർഡിയം ഓക്സിഡന്റൽ എന്നത് ഏത് കാർഷിക വിളയുടെ ശാസ്ത്രീയ നാമമാണ്? കശുമാവ്. താഴെ തന്നിരിക്കുന്നവയിൽ തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ് ആണ്. കാപ്രിക് ആസിഡ്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് കാപ്രിക് ആസിഡ്. കോശത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കോശത്തിലെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയാണ് കോശത്തിലെ പവർ ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. മൈറ്റോകോൺട്രിയ. 1946 തോൽ വിറക് സമരം നടന്ന ജില്ല? 1946 തോൽ വിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ് തോൽ വിറക് സമരം നടന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ളത്. ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ്. കേരള സർവകലാശാലയാണ് ഡിജിറ്റൽ ഗാർഡനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല. കേരള സർവകലാശാല. എവിടെ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്? എവിടെ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്?
ബെൽഗാമാണ്. ബെൽഗാമിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത്. ബെൽഗാം. സ്കൂളുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കണം എന്നത് നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സ്കൂളുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കണം എന്നത് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ സി മഹാരാഷ്ട്ര. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി പാമ്പാറാണ്. പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പാമ്പാർ. കേരള സർക്കാരിന്റെ ആയുർദളം ബോധവൽക്കരണ പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാരിന്റെ ആയുർദളം ബോധവൽക്കരണ പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എയ്ഡ്സ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ടുകായലാണ്. വേമ്പനാട്ടുകായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ. ഏത് രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് സുവർണ ചകോരം? സുവർണ ചകോരം ഏത് രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ്? സിനിമയാണ്. സിനിമാ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് സുവർണ ചകോരം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര പട്ടികകൾ ഉണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര പട്ടികകൾ ഉണ്ട്? 12 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 12 പട്ടികകളാണ് ഉള്ളത്. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കൊച്ചി. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി. ഐൻസ്റ്റീന്റെ പ്രശസ്തമായ E=mc² എന്ന സമവാക്യത്തിൽ സി എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? E=mc² എന്ന സമവാക്യത്തിൽ സി പ്രതിനിധാനം ചെയ്യുന്നത് പ്രകാശ പ്രവേഗമാണ്. പ്രകാശത്തിന്റെ പ്രവേഗത്തെയാണ് സി പ്രതിനിധാനം ചെയ്യുന്നത്. ഓപ്ഷൻ ബി പ്രകാശത്തിന്റെ പ്രവേഗം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയാണ്. പൂജപ്പുര. കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ ഏതാണ്? പൂജപ്പുര. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം പുനലൂരാണ്. പുനലൂരാണ് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം. പുനലൂർ. മധേരൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മധേരൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. മധേരൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരിയാണ്. കാവേരി നദിയിലാണ് ഹൊക്കനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വിശാഖ മാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? വിശാഖ മാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ് കാൽബൈശാഖിയാണ്. വിശാഖ മാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ് കാൽബൈശാഖി. ലോക്സഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ആര്? ലോക്സഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത്. 281 ആൻഡ് ബിയോണ്ട് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? 281 ആൻഡ് ബിയോണ്ട് എന്നത് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? VVS ലക്ഷ്മൺ ആണ്. VVS ലക്ഷ്മണിന്റെ ആത്മകഥയുടെ പേരാണ് 281 ആൻഡ് ബിയോണ്ട് എന്നത്. 281 ആൻഡ് ബിയോണ്ട് VVS ലക്ഷ്മൺ. അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത് എന്ന്? അന്താരാഷ്ട്ര ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 11 ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒക്ടോബർ 11. റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം?
റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കോട്ടയമാണ്. കോട്ടയം. ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏത് മരത്തിൻ്റെതാണ്? ചുണ്ടൻ വള്ളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി ഏത് മരത്തിൻ്റെതാണ്? ആഞ്ഞിലയാണ്. ആഞ്ഞിലി. ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി. ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസസ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്ന പദ്ധതി സേതു ഭാരതമാണ്. സേതു ഭാരതം. ദേശീയ പാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് സേതു ഭാരതം. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ജയ്പൂരാണ്. ജയ്പൂർ. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ജയ്പൂർ. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കാരാട്ട് ഗോവിന്ദ മേനോൻ പിൻകാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത്? കാരാട്ട് ഗോവിന്ദ മേനോൻ പിൻകാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓപ്ഷൻ സി, ബ്രഹ്മാനന്ദ ശിവയോഗി. കാരാട്ട് ഗോവിന്ദ മേനോൻ പിൻകാലത്ത് ഏത് പേരിലാണ് പ്രശസ്തനായത്? ബ്രഹ്മാനന്ദ ശിവയോഗി. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ അറിയപ്പെടുന്നത്. കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ അറിയപ്പെടുന്നത് ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്. ഉഷ്ണമേഖലാ കാലാവസ്ഥ. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണ്? കപിൽ ദേവ് ആണ്. കപിൽ ദേവ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത് ആര്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത് ആരാണ്? OV വിജയനാണ്. OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? OV വിജയൻ. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് ആണ്. പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? 11ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. 11. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യ അവാർഡ്. കേരള സർക്കാരിന്റെ പ്രഥമ സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു? കേരള സർക്കാരിന്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു? ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യറാണ്. ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല, ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ളത് 2016 നവംബർ 8 നോട്ട് അസാധുവാക്കലിനു ശേഷം നിലവിൽ വന്നതുമായ നോട്ടുകളും അവയിൽ കാണുന്ന ചിത്രങ്ങളും ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് 2000, 200, 500, 50 രൂപ നോട്ടുകളാണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ ചിത്രങ്ങളുമായിട്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2000 രൂപ നോട്ടില് മംഗൾയാനാണ്. 200 രൂപ നോട്ടില് സാഞ്ചി സ്തൂപം, 500 രൂപ നോട്ടിലെ ചെങ്കോട്ട,
50 രൂപ നോട്ടില് ഹംപി. 2000 രൂപ നോട്ടില് മംഗൾയാൻ, 200 രൂപ നോട്ടില് സാഞ്ചി സ്തൂപം, 500 രൂപ നോട്ടില് ചെങ്കോട്ടയാണ്, 50 രൂപ നോട്ടില് ഹംപിയാണ്. ശരിയായ ജോഡി അല്ലാത്തത് ഏത്? ശരിയായ ജോഡി അല്ലാത്തത് തന്നിരിക്കുന്നു. ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി ഉൽപാദനം, പിസിക്കൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ സിൽക്ക് ഉൽപാദനം, സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നത്. ശരിയായ ജോഡി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പിസിക്കൾച്ചർ എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് പിസിക്കൾച്ചർ. തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് എപ്പിക്കൾച്ചർ എന്നാണ്. അവസാനത്തെ ചോദ്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് നിള അല്ലെങ്കിൽ പേരാർ, തലയാർ, മഞ്ഞനദി, മൂരാടുപുഴ, ചൂർണി എന്നിവയാണ്. ശരിയായ രീതിയിൽ അപരനാമങ്ങളുമായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നിള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. മഞ്ഞനദി അല്ലെങ്കിൽ മൂരാടുപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. നിള അല്ലെങ്കിൽ പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ, തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാർ, മഞ്ഞനദി അല്ലെങ്കിൽ മൂരാടുപുഴ എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്, ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.